ഗ്രാഫിക് ഡിസൈൻ മലയാളത്തിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഈ അധ്യായത്തിൽ നമ്മളൊരു മാഗസിൻ കവർ ചിത്രീകരിക്കുന്നതിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. അതിനുവേണ്ടി ഞാൻ പുതിയൊരു ഫയൽ ക്രിയേറ്റ് ചെയ്യുകയാണ്. വിഡ്ത്ത് നമ്മൾ 18.5 സെൻറ്റിമീറ്ററായിട്ടും അതുപോലെ തന്നെ ഹൈറ്റ് 26 സെൻറ്റിമീറ്ററും കൊടുക്കുകയാണ്. അതിനുശേഷം റെസൊല്യൂഷൻ നമ്മൾ 300 സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. 300 ടൈപ്പ് ചെയ്ത് കൊടുക്കുക. കളർ മോഡ് RGB മോഡിലേക്ക് RGB മാറ്റി CMYK കടക്കുന്നു. അതിനുശേഷം നമ്മൾ ക്രിയേറ്റ് കൊടുക്കുന്നു. നമ്മൾ കൊടുത്ത പേജ് സൈസ് അനുസരിച്ച് ഒരു പേജ് ഇവിടെ ഓപ്പൺ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഗൈഡ് ലൈൻ സെറ്റ് ചെയ്യുകയാണ്. ഗൈഡ് ലൈൻ സെറ്റ് ചെയ്തത് നമ്മൾ മാർജിൻ സെറ്റ് ചെയ്യുന്നതാണ്. ഗൈഡ് ലൈൻ നമ്മൾ 1 സെൻറ്റിമീറ്റർ വീതം 4 സൈഡിലും കൊടുക്കുകയാണ്. കോർണറിൽ നിന്ന് ഓരോ സൈഡിലെ കോർണറിൽ നിന്ന് ഓരോ സെൻറ്റിമീറ്റർ വീതമാണ് നമ്മൾ കൊടുക്കുന്നത്. ഇങ്ങനെ ഗൈഡ് ലൈൻ സെറ്റ് ചെയ്യുന്നത് നമ്മുടെ ഗൈഡ് ലൈനിൻ്റെ പുറത്തേക്ക് കൊടുത്താൽ പ്രിൻറ്റിങ് വരുമ്പോൾ മാറ്റർ കട്ട് ചെയ്ത് പോകാതിരിക്കാൻ വേണ്ടിയാണ് നമ്മുടെ ഒരു ഗൈഡ് ലൈൻ സെറ്റ് ചെയ്യുന്നത്. പ്രിൻ്റ് ചെയ്യുമ്പോൾ താഴെ മേളിലും സൈഡിലും നമുക്ക് കട്ടിങ് വരും. ആ കട്ടിങ്ങിൽ നമ്മൾ കൊടുക്കുന്ന മാറ്റർ കട്ടായി പോകരുത്. അതിനു വേണ്ടിയാണ് മാർജിൻ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ഇപ്പം 4 സൈഡിലും നമ്മൾ ഗൈഡ് ലൈൻ റൂളർ വെച്ച് നോക്കിയിട്ട് 1 സെൻറ്റിമീറ്റർ വീതം കൊടുക്കുകയാണ്. ഇത് ഏത് വർക്ക് ചെയ്യുമ്പോഴും ചെയ്യേണ്ട കാര്യമാണ്. ബേസിക് ആയിട്ടുള്ളതാണ്. എപ്പോഴും ഒരു ഗൈഡ് ലൈൻ സെറ്റ് ചെയ്തിട്ട് വേണം വർക്ക് സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. ഇപ്പോൾ ഗൈഡ് ലൈൻ ഞാൻ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. അതിനുശേഷം ഇതൊന്ന് സേവ് ചെയ്യുകയാണ്. ഇവിടെ സിസ്റ്റത്തിൻ്റെ ഏത് ഭാഗത്തേക്കാണോ നമ്മൾ സേവ് ചെയ്യുന്നത് അത് സെലക്ട് ചെയ്ത് കൊടുത്ത് സേവ് ചെയ്യുക. അതിനുശേഷം ഞാൻ മാറ്റർ ടൈപ്പ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് പേജ് മേക്കറിലാണ്. പേജ് മേക്കറിൽ നിന്നും നമ്മൾ മാറ്റർ കോപ്പി ചെയ്ത് കൊണ്ടുവന്ന് ഫോട്ടോഷോപ്പിലേക്ക് പേസ്റ്റ് ചെയ്യുകയാണ്. അതിനുവേണ്ടി ഞാൻ മാർച്ച് 2021 എന്നുള്ളത് സെലക്ട് ചെയ്ത് കോപ്പി ചെയ്ത് ഫോട്ടോഷോപ്പിലേക്ക് പേസ്റ്റ് ചെയ്യുകയാണ്. അതിന് മുമ്പായിട്ട് ഞാൻ മലയാളം ഫോണ്ട് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ്. MLTT ലീലയാണ് സെലക്ട് ചെയ്ത് അതിനുശേഷം ഇവിടെ പേസ്റ്റ് ചെയ്തു. ദെൻ നമ്മൾ കളറ് ബ്ലാക്ക് കളർ കൊടുക്കുകയാണ്. അതിനുശേഷം സൈസ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണ്. സൈസ് ഏറ്റവും കുറച്ച് മതി. 11 12 മതി. അത് ഗൈഡ് ലൈൻ്റെ തൊട്ട് താഴെയായിട്ടാണ് നമ്മൾ പ്ലേസ് ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ അടുത്ത മാറ്റർ നമ്മൾ സെലക്ട് ചെയ്യുകയാണ്. വില 30 എന്നുള്ളത് അതും ഇതുപോലെ തന്നെ കോപ്പി ചെയ്യുന്നു. അതിനുശേഷം ഫോട്ടോഷോപ്പിൽ കൊണ്ടുവന്ന് പ്ലേസ് ചെയ്യുകയാണ്. അതിൻ്റെ റൈറ്റ് സൈഡിൽ ടെക്സ്റ്റ് ടൂൾ എടുക്കുന്നു, പേസ്റ്റ് ചെയ്യുന്നു. റൈറ്റ് കോർണറിലേക്ക് മാറ്റി വയ്ക്കുകയാണ്. അത് ഗൈഡ് ലൈനിന് വെളിയിലേക്ക് പോകരുത്. ഗൈഡ് ലൈനിൻ്റെ ഉള്ളിൽ വേണം നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാൻ. ഇപ്പോൾ നമ്മൾ ടോപ്പിൽ കൊടുക്കുന്ന 2 മാറ്ററും വെച്ച് കഴിഞ്ഞു. ഇനി അടുത്തതായിട്ട് നമ്മളിതിലേക്ക് കൊടുക്കുന്ന മോഡലിൻ്റെ പിക്ചർ ഒന്ന് ഓപ്പൺ ചെയ്ത് എടുക്കുകയാണ്. നമ്മൾ പിക്ചർ ഓപ്പൺ ചെയ്തു. ഇനി ഇവിടുന്ന് നമ്മൾ കോപ്പി ചെയ്ത് കട്ട് ചെയ്തുകൊണ്ട് പോവുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാനിവിടുന്ന് വേണ്ട പോർഷൻ സെലക്ട് ചെയ്യുകയാണ്. റെക്റ്റാങ്കുലർ ടൂൾ എടുത്തിട്ട് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. അതിനുശേഷം കട്ട് ചെയ്യുന്നു. ഇത് നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന പേജിൽ കൊണ്ട്
പേസ്റ്റ് ചെയ്യുകയാണ്. പേസ്റ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ട്രാൻസ്ഫോം ചെയ്ത് ഈ പേജിലേക്ക് ആവശ്യത്തിന് വേണ്ട ഫുൾ ഫിഗർ നമ്മൾ കൊടുക്കുന്നില്ല. നമുക്ക് വേണ്ട ഭാഗം മാത്രം നമ്മൾ സെലക്ട് ചെയ്തതിന് ശേഷം അത് നമ്മൾ ട്രാൻസ്ഫോം ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണ്. കൺട്രോൾ T കൊടുത്താണ് ട്രാൻസ്ഫോം ചെയ്യുന്നത്. അത് ചെയ്ത് കൊടുക്കുന്നു. അതിനുശേഷം നമ്മൾ നേരത്തെ കൊടുത്തിരിക്കുന്ന 2 വിലയെന്നുള്ളതും ഇയറും കൊടുത്തത് കാണത്തില്ലായിരുന്നു. ആ ലെയർ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ കൊടുക്കുകയും ചെയ്തു. അതിനുശേഷം പിക്ചറിൻ്റെ ബ്രൈറ്റ്നസ് ഒന്ന് കൊടുക്കുകയാണ്. ഇമേജിനകത്ത് പോയിട്ട് ബ്രൈറ്റ്നസ് എന്നുള്ള ഓപ്ഷനാണ് നമ്മൾ എടുത്തത്. അതിനുശേഷം പിക്ചറിൻ്റെ ബ്രൈറ്റ്നസ് വേണ്ടത്ര രീതിയിൽ ഒന്ന് കൂട്ടി കൊടുക്കുകയാണ് ചെയ്ത്. ദെൻ ഓക്കെ കൊടുക്കുന്നു. ഇനി നമ്മൾ ഈ പേജിന് ടൈറ്റിൽ കൊടുക്കണം. ഈ മാഗസിൻ്റെ ടൈറ്റിൽ ഞാനിവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ടൈറ്റിൽ അങ്ങോട്ട് കോപ്പി ചെയ്ത് നമ്മൾ പേസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഈ പേജ് ചെറുതായതുകൊണ്ട് അതൊന്ന് ടൈറ്റിൽ വലുതാക്കി കൊടുക്കാനായിട്ട് ട്രാൻസ്ഫോം ചെയ്യുകയാണ്. കൺട്രോൾ T കൊടുത്ത് ട്രാൻസ്ഫോം ചെയ്ത് അതിനൊന്ന് വലുതാക്കി നമ്മൾ പേജിലേക്ക് കറക്റ്റായിട്ട് അലൈൻ ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം പേജിലെ ആ മോഡലിൻ്റെ ഫോട്ടോയും കൂടി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മുടെ ടൈറ്റിൽ കയറാതെ താഴേക്കാണ് എടുത്തു. അതിനുശേഷം നമ്മുടെ ഈ പിക്ചറുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത കളറാണ് ഇപ്പോൾ ടൈറ്റിലിൽ കിടക്കുന്ന. ആ കളറൊന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കുകയാണ്. ആ മോഡലിൻ്റെ ഡ്രസ്സിൻ്റെ ഒരു കളറാണ് ഞാൻ അവിടെ നിന്ന് പിക്ക് ചെയ്യുന്നത്. അതിൻ്റെ ഒരു കളർ കോമ്പിനേഷനാണ് കൊടുക്കുന്നത്. 2 ലെയറുണ്ട് നമ്മുടെ മലയാളം എന്ന് ടൈപ്പ് ചെയ്തിരിക്കുന്ന. ആ 2 ലെയറും സെലക്ട് ചെയ്ത് നമ്മൾ കളറൊന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ മലയാളം എന്നുള്ള ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്ന ആ ബോക്സും സെലക്ട് ചെയ്തിട്ട് കളർ ചേഞ്ച് ചെയ്തു. അതുപോലെ മലയാളം എന്ന് ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നതിൻ്റെ കളറും ഒന്ന് മാറ്റി കൊടുക്കുകയാണ്. ഇപ്പം നമ്മൾ ടൈറ്റിൽ വെച്ച് കഴിഞ്ഞു. ഇനി വേണ്ടത് നമ്മുടെ സബായിട്ട്, അതായത് മാഗസിൻ്റെ ഉള്ളിൽ വരുന്ന കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കൊടുക്കുന്നത്. അതിന് മുമ്പായിട്ട് ഈ ഫോട്ടോയുടെ കുറച്ച് ഏരിയ ഒന്ന് ക്രോപ്പായി പോയിട്ടുണ്ടായിരുന്നു. അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചു. ഇനി നമ്മൾ കൊടുക്കുന്ന മാറ്റർ നമ്മൾ എടുക്കുന്നു. അവിടുന്ന് കോപ്പി ചെയ്തതിന് ശേഷം ഫോട്ടോഷോപ്പിൽ വന്നിട്ട് നമ്മൾ പ്ലേസ് ചെയ്യുന്നു. ഫോണ്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ സൈസ് ക്ലിയർ ആക്കി കൊടുക്കുന്നു. കാണാൻ പറ്റുന്ന പോലെ വൈറ്റ് കളറിലേക്ക് ചേഞ്ച് ചെയ്യുന്നു. അതിനുശേഷം ഈ ലെറ്ററിനെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മൾ വലുതായിട്ട് അതിലെടുത്ത് നിൽക്കേണ്ട ഭാഗം വലുപ്പത്തിൽ കൊടുത്തു. അതിന് തൊട്ട് താഴത്തെ ലൈന് നമ്മൾ ചെറുതാക്കി ഭംഗിയാക്കി കൊടുക്കുകയാണ്. അലൈൻമെൻറ്റ് ശരിയാക്കി കൊടുക്കുകയാണ്. അതിനുശേഷം ടെക്സ്റ്റ് സ്റ്റൈൽ എടുത്തിട്ട് ഷാഡോ കൊടുക്കുന്നു. അതോടൊപ്പം തന്നെ സ്ട്രോക്കും ആഡ് ചെയ്യുന്നു. അതിനുശേഷം അടുത്ത മാറ്റർ നമ്മൾ അവിടെ നിന്ന് കോപ്പി ചെയ്യുകയാണ്. ശേഷം നമ്മൾ ഫോട്ടോഷോപ്പിൽ വന്നിട്ട് ടെക്സ്റ്റ് ടൂൾ എടുത്തിട്ട് പേസ്റ്റ് ചെയ്യുന്നു. സൈസ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുന്നു. അതിപ്പോൾ കളറും നമ്മൾ ചേഞ്ച് ചെയ്ത് കൊടുക്കുകയാണ്. കളർ ചേഞ്ച് ചെയ്ത് കൊടുത്തിട്ട് അതിനൊരു സ്ട്രോക്ക് ഇട്ട് കാണാൻ പറ്റുന്ന രീതിയിൽ സ്ട്രോക്ക് ആഡ് ചെയ്യുവാണ്. അപ്പം നമ്മൾ ഓരോന്ന് ചെയ്തുകൊണ്ട് വരുമ്പോഴാണ് എങ്ങനെയാണ് അതിൻ്റെ ഒരു തൊട്ടുമേളത്തെ ലെയറിന് താഴെ എത്ര സൈസിൽ വേണം, അല്ലെ എത്ര ഇമ്പോർട്ടൻസ് ഉണ്ട്, ഏത് മാറ്ററിനാണോ ഇമ്പോർട്ടൻസ് കൂടുതലുള്ളത് ആ മാറ്റർ വലുതാക്കി വയ്ക്കുക, ഇമ്പോർട്ടൻസ് കുറവുള്ളത് ചെറുതാക്കി കൊടുക്കുക. ഒരു അലൈൻമെൻറ്റ് നമുക്ക് ഭംഗിയായി വരുന്ന രീതിയിൽ എടുത്ത് കൊടുക്കുക. അപ്പം ഞാൻ അടുത്ത മാറ്റർ കൂടെ കൊണ്ടുവന്ന് ഇവിടെ പേസ്റ്റ് ചെയ്തു. അതിനുശേഷം അതിൻ്റെ കളറൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ടെക്സ്റ്റ് സ്റ്റൈലൊക്കെ ആഡ് ചെയ്യുകയാണ്.
മോഡലിൻ്റെ മടമൊന്ന് മേളിലോട്ട് കയറ്റി വെച്ച് കുറച്ച് മാറ്റർ കൂടി ഇതിനകത്ത് വരാനുണ്ട്. അപ്പം നമ്മൾ അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കണം. അതായത് ഒരു മാഗസിൻ്റെ എന്തിൻ്റെ ആണെങ്കിലും നമ്മൾ ചെയ്യാൻ തുടങ്ങുന്നത് ആദ്യമേ നമ്മൾ പെർഫെക്റ്റായിട്ടല്ലായിരിക്കും ചെയ്ത് വരുന്നത്. ഒന്ന് തന്നിരിക്കുന്ന മാറ്ററും ഡിസൈനും എല്ലാം ആയിട്ടൊന്ന് ക്രോഡീകരിച്ച് ഒരു പേജിൽ നമ്മൾ സെറ്റ് ചെയ്യുകയാണ് ആദ്യം ചെയ്യുന്നത്. അതിന് ശേഷമാണ് ഫൈനൽ ടച്ചിലാണ് നമ്മൾ വലിപ്പം കൂടുതൽ അല്ലെങ്കിൽ നമ്മുടെ എല്ലാ മാറ്ററും ആയോ എന്നൊക്കെ നോക്കിയതിന് ശേഷം വേണം ഒന്ന് ഫൈനലായിട്ട് നമ്മൾ ഡിസൈൻ ഓക്കെ ആക്കാൻ. ഇവിടെ ഇപ്പോൾ ഞാൻ മോഡലിൻ്റെ പിക്ചർ വലുതാക്കി വയ്ക്കുകയാണ്. മുഖം കുറച്ചുകൂടി ഫേസ് കാണാൻ വേണ്ടി നമ്മൾ ഫേസ് എൻലാർജ് ചെയ്ത് കൊടുക്കുകയാണ്. അത് അപ്പോൾ നമ്മൾ കൊടുത്തിരിക്കുന്ന മാറ്റർ ഇപ്പം ഇതിൻ്റെ മുകളിലേക്ക്, അതായത് പിക്ചറിൻ്റെ മുകളിലേക്ക് വന്നിട്ടുണ്ട്. ഇനി അതൊന്നുകൂടി അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അതുപോലെ ഒറ്റയടിക്ക് നമുക്ക് ചെയ്യാൻ പറ്റില്ല. പക്ഷേ നമുക്കൊരു ഐഡിയ കിട്ടിക്കഴിയുമ്പം ഒരു ഐഡിയയ്ക്ക് വേണ്ടിയാണ് നമ്മൾ ആദ്യമേ മാറ്ററെല്ലാം പ്ലേസ് ചെയ്ത് പോകുന്നത്. ഐഡിയ കിട്ടിക്കഴിയുമ്പോഴേക്കും നമ്മൾ പെട്ടെന്ന് എഡിറ്റ് ചെയ്ത് നമ്മൾ നല്ല ഡിസൈനിലേക്ക് മാറുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഞാനവിടെ ക്യാൻസർ എന്നുള്ള മാറ്ററിന് യെല്ലോ കളർ കൊടുത്തു. എടുത്ത് നിൽക്കാൻ വേണ്ടിയാണ്, പെട്ടെന്ന് അറിയാൻ വേണ്ടിയുള്ള മാറ്റർ ആയത് കാരണമാണ്. അതോടൊപ്പം സൈഡിലേക്ക് കോപ്പി ചെയ്ത മാറ്ററും മാറ്റി വെച്ചു. ഇനി നമ്മളൊരു ചെറിയ റൗണ്ടിനകത്ത് ഒരു ചെറിയ മാറ്റർ കൂടെ ആഡ് ചെയ്യാനുണ്ട്. അതിനുവേണ്ടി ഒരു സർക്കിൾ ഞാൻ ക്രിയേറ്റ് ചെയ്തു. അതിലേക്ക് മാറ്റർ കൊണ്ടുവന്ന് പ്ലേസ് ചെയ്യുകയാണ്. ആ സർക്കിളിന് കളർ കൊടുത്തു, സ്ട്രോക്ക് കൊടുത്തു. ശേഷം മാറ്റർ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്തു. കൊണ്ടുവന്ന മാറ്റർ നമ്മൾ സെൻറ്ററലൈസ് ആക്കിയതിന് ശേഷം ഈ ബോക്സിനകത്ത് ഈ റൗണ്ടിനകത്തേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം ഞാൻ കുറച്ചുകൂടി ബ്രൈറ്റായിട്ട് ആ ഹെഡിങ്ങിൻ്റെ കളറൊന്ന് മാറ്റി ചേഞ്ച് ചെയ്ത് കൊടുക്കുകയാണ്. മറ്റേ ആദ്യം കൊടുത്തിരിക്കുന്ന കളറ് കുറച്ച് ഡാർക്കായിട്ട് തോന്നി, അതുകൊണ്ട് ഞാൻ കുറച്ച് ലൈറ്റ് കളറിലേക്ക് കൊടുക്കുകയാണ് ചെയ്തത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക, ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. താങ്ക് യു.